Hello, welcome to my channel Homemade. ഹായ്, ഇന്ന് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചില്ലി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളറും കിട്ടുന്ന ഒരു ചില്ലി പനീർ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത് എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? പനീർ എങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ആ പനീർ വെച്ചിട്ട് ഞാൻ ഇന്ന് ഈ ചില്ലി പനീർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് പനീർ മാവിൽ മുക്കി വറുത്തെടുക്കണം. അതിന് വേണ്ട മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് 5 ടേബിൾ സ്പൂൺ മൈദ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പാകത്തിനുള്ള പരുവത്തിൽ മാവ് കുഴച്ചെടുക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്താൽ മതി. ആദ്യം തന്നെ കൂടുതൽ ഒഴിക്കരുത്, പിന്നെ നമ്മൾ വീണ്ടും പൊടി ചേർക്കേണ്ടി വരും. ഇപ്പോൾ കുറേശ്ശെയായിട്ട് പല ട്രിപ്പായിട്ട് വെള്ളം ചേർത്ത് നല്ല ദോശമാവിൻ്റെയൊക്കെ പരുവത്തിനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒത്തിരി ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. ഇതാകുമ്പോൾ പനീർ അതിൽ കോട്ട് ചെയ്യുകയും ചെയ്യും. ഒത്തിരി കട്ടിയിലുള്ള ഒരു കോട്ടിങ് വരത്തുമില്ല. ഒത്തിരി തിക്കായി പോയി കഴിഞ്ഞാൽ പനീറിൻ്റെ മുകളിൽ മാവിൻ്റെ ഒത്തിരി കട്ടിയിലുള്ള ഒരു കോട്ടിങ് വരും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ മതി, ഒത്തിരി എണ്ണ വേണ്ട. ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ മാത്രമുള്ള എണ്ണ മതി. അത് മുങ്ങിക്കിടക്കാനുള്ള എണ്ണയൊന്നും വേണ്ട. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആ മാവിൽ മുക്കി ഓരോ പനീറായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പനീർ എടുത്ത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ പനീർ ഒന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോ പനീറായിട്ട് മാവിലേക്ക് ഇട്ട് കോട്ട് ചെയ്ത് ഇതുപോലെ കോരി വെച്ച് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. ഒരു വശം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പനീർ 2 സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഞാൻ 250 ഗ്രാം പനീറാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 ട്രിപ്പായിട്ട് ഞാൻ എണ്ണയിൽ വറുത്ത് മാറ്റിയിട്ടുണ്ട്. എണ്ണ ഒട്ടും ഇത് അബ്സോർബ് ചെയ്യത്തില്ല. നമ്മൾ എടുത്ത അത്ര എണ്ണ തന്നെ ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് സവോളയൊക്കെ വഴറ്റാം. എണ്ണ കൂടുതൽ വേണ്ടാത്തവർ ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റിയിട്ട് ചെയ്താൽ മതി. ഞാൻ അത്ര എണ്ണ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്ത് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും 2 സവോള വലിയ ക്യൂബായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള കുറച്ചൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അതുപോലെ തന്നെ വലിയ ക്യൂബായിട്ട് അരിഞ്ഞതാണ്. അത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോളയും ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സാധാരണ പിരിയമുളകില്ലേ, പിരിയമുളക് ഒരു 8-10 എണ്ണം
ചെറിയ ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. അത് പിരിയമുളക്, അതായത് കാശ്മീരി ചില്ലി, ഇതാണെങ്കിൽ ഇത്രയും കളർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിവതും പിരിയമുളക് തന്നെയാണ് ഇതിന് നല്ലത്. അപ്പോൾ നമുക്ക് വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കേണ്ടി വരില്ല. ഈ പിരിയമുളക് അരച്ച പേസ്റ്റ് ഇങ്ങ് ചേർക്കുമ്പോൾ തന്നെ നല്ല റെഡ് കളർ കിട്ടും. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ചാണ് ഇതിനകത്ത് ഈ കോൺഫ്ലവറും വെള്ളവും ചേർക്കേണ്ടത്. ഞാൻ അധികം ഗ്രേവി ഇല്ലാതാണ് വെക്കുന്നത്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കി ചേർത്തിട്ടേ ഉള്ളൂ. കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ വെള്ളത്തിൽ കൂടുതൽ കോൺഫ്ലവർ കലക്കി ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. സോസിനേക്കാൾ നല്ലത് കെച്ചപ്പാണ്, അതാകുമ്പോൾ കുറച്ചുകൂടെ തിക്കായിരിക്കും. ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസാണ്. 1-1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, ഒത്തിരി വേണ്ട. ഇനി 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരും കൂടെ ആകുമ്പോഴാണ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവുന്നത്. ചെറിയൊരു പുളിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ എല്ലാം നന്നായിട്ട് സോസ് എല്ലാം പനീറിൽ പിടിക്കും. അപ്പം ഞാനിപ്പോൾ നന്നായിട്ടൊരു 10 മിനിറ്റോളം വരട്ടിയെടുത്തതാണ്. ഇപ്പോൾ ഇതെല്ലാം സോസ് എല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു പൊടിക്കൈ കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. തേൻ ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പഞ്ചസാര ചേർത്താലും മതി. ഈ ഒരു മധുരം കൂടെ വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. തേൻ ചേർത്ത് കഴിഞ്ഞാൽ അധികം ചൂടാക്കേണ്ട കാര്യമില്ല, നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മധുരം കൂടെ എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നല്ല ചൂട് പൊറോട്ട, ചപ്പാത്തി ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. വെജിറ്റേറിയൻസിന് ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം പാടൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്തിട്ട് തന്നെ വിവരം അറിയിക്കുക. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.